ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാലു ലച്ചു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് എവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലായോ? കൊല്ലം ആശ്രാമം മൈതാനത്ത് നടക്കുന്ന ദി ഓഷ്യൻ മെറീൻ അക്വേറിയം എക്സ്പോ കാണാനായിട്ടാണ്. അവിടെ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. 5 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട. 5 വയസ്സിന് മുകളിലുള്ളവർക്ക് 150 രൂപ വെച്ച് ഒരാൾക്ക്. ഇവിടെ ക്യാഷ് കൗണ്ടറും ഗൂഗിൾ പേയും സെപ്പറേറ്റ് കൗണ്ടറാണ്. ടിക്കറ്റ് കിട്ടി. ഇനി നമുക്ക് അകത്താക്കി കയറിയാലോ? ആംഗ്ലർ ഫിഷ് മോഡലാണ് എൻട്രൻസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാധാരണ ഇങ്ങനെ ഷൂട്ടിനൊക്കെ വരുമ്പോൾ ഞാനും ലക്ഷ്മി കൂടെ ആണല്ലോ വരാറ്. ഈ പ്രാവശ്യം ഞാനും ചേട്ടനും കൂടെ വന്നത്. ലക്ഷ്മിക്ക് കുറച്ച് ബിസി ആയിപ്പോയി. ഇത് ഓഗസ്റ്റ് 16 സ്റ്റാർട്ട് ചെയ്തതാ. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റിയത്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് എനിക്കും കുറച്ച് ബിസി ആയിപ്പോയി. എന്താണെന്ന് വെച്ചാൽ റേഷൻ കട ആകുമ്പോൾ അറിയാമല്ലോ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വിവിധ ഇനം പക്ഷികളെയാണ്. പല നിറത്തിലും പല ആകൃതിയിലുള്ള ഒരുപാട് പക്ഷികൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ ആ റൂം മൊത്തം പക്ഷികൾ കിടന്ന് പറക്കുക കേട്ടോ. പക്ഷെ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് നമുക്കവിടെ ഫീൽ ചെയ്യുന്നത്. സാധാരണ നമ്മളൊരു എക്സിബിഷനൊക്കെ പോകുമ്പോൾ കിളികളെ കൂട്ടിലിട്ടിരിക്കുന്നതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അതുകൂടാതെ ആ റൂമിൽ 3 ഫോട്ടോ പോയിന്റ് ഉണ്ട്. ഇതാണ് ഒരു ഫോട്ടോ പോയിന്റ്. പണ്ടൊക്കെ നമ്മൾ ഈ ഫോട്ടോ പോയിന്റ് കാണുമ്പോൾ ഓടിപ്പോയി നിന്ന് ഫോട്ടോ എടുക്കുമായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ ആ ഒരു ഫീലൊന്നുമില്ല. പക്ഷെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുകൂടാതെ അടുത്ത ഫോട്ടോ പോയിന്റാണ് ഈ കാണുന്നത്, വെള്ളച്ചാട്ടം. അതുകൂടാതെ വേറൊരു ഫോട്ടോ പോയിന്റും കൂടെ ഉണ്ട്. അതിതാ ഈ സൈഡിലാണ്. ഇത് ഒരു വൈറ്റ് നിറം കാണുന്നുണ്ടോ? അതാണ് മറ്റൊരു ഫോട്ടോ പോയിന്റ്. അത് കഴിഞ്ഞ് അടുത്ത റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ മൊത്തം റോബോട്ടുകളുടെ ലോകമാണ്. ഇതൊരു ഡാൻസിങ് റോബോട്ടാണ്. നമ്മൾ ഏതെങ്കിലും സോങ് പ്ലേ ചെയ്യുവാണെങ്കിൽ ആ സോങ്ങിന്റെ റിതത്തിനനുസരിച്ച് അത് ഡാൻസ് ചെയ്യും. എന്താ ഭംഗിയെന്നറിയാം അത് കാണാൻ. കൊച്ചുകുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. നിങ്ങൾ അവരെയൊക്കെ ഇത് കൊണ്ട് കാണിക്കുക. പിന്നെ അവിടെ മൊത്തം റോബോട്ടുകളെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി വരും കാലങ്ങളിൽ അടുക്കളകളിലായാലും ഹോസ്പിറ്റലായാലും വയലുകളിൽ ഏത് ജോലി ചെയ്യാനും റോബോട്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ആയാൽ നമ്മളൊക്കെ മടി പിടിച്ച് വീട്ടിലിരിക്കും. അപ്പം നമുക്കൊക്കെ അസുഖം വരികയും ചെയ്യാം അല്ലേ? ഈ കാണുന്നത് നായ്ക്കുട്ടി റോബോട്ടാണ്. അതിൻ്റെ ആ നടത്തയും പോക്കും ആ വരവും ആ ഒരു ഷേക്കാൻ്റെ തരവിലും ഒക്കെ കാണാൻ നല്ല ഒരു ഭംഗിയാണ്. നല്ല രസമുണ്ടായിരുന്നേ. കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇതൊരു 3 റോബോട്ടിക് ആമാണ്. ഈ റോബോട്ടിക് ആമിന് എൻ്റെ എഫക്ട് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. ഈ പാർട്ട് മാറ്റിയിട്ട് നമ്മൾ എന്ത് പാർട്ടാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മളൊരു പേനയാണ് വെച്ചത്. പേന വെച്ചുകൊണ്ട് നമുക്ക് എഴുതിക്കാം, പടം വരപ്പിക്കാം. ഇവൻ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇതിന് കോപ്പി ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ആളുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫോർമേറ്റ് പോലും പരിചയമാണ്. സെയിം റോബോട്ടിക് ആമുകളാണ് ഇത് രണ്ടും. ഇതിൻ്റെ പക്ഷം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഗ്രിപ്പറാണ് കളിച്ചത്. അപ്പോൾ ഇതൊരു ബ്ലോക്ക് ഇവിടുന്ന് ഫിറ്റ് ചെയ്തുകൊണ്ട് ഈ കൺവെയർ ബെൽറ്റിൽ എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ പക്ഷം. കൺവെയർ ബെൽറ്റിൽ എത്തിക്കുന്ന ബ്ലോക്കുകൾ വന്ന് പിക്ക് ചെയ്തിട്ട് ഇതൊരു കളർ സെൻസറാണ്. ഈ വരുന്ന ബ്ലോക്കുകൾ ഏത് കളറാണെന്ന് സെൻസ് ചെയ്തിട്ട് അതാത് പൊസിഷൻ നമ്മൾ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്ലൂ ഗ്രീനാണ് വരുന്നതെങ്കിൽ ഗ്രീൻ സെൻസ് ചെയ്തിട്ട് ഗ്രീൻ നമ്മളിവിടെ കോഡ് ചെയ്ത് വെച്ചേക്കും. ബ്ലൂ ആണ് വരുന്നതെങ്കിൽ ബ്ലൂ സെൻസ് ചെയ്തിട്ട് ബ്ലൂ ഇവിടെ കോഡ് ചെയ്ത് വെച്ചേക്കും. അതിനനുസരിച്ച് പ്ലേസ് ചെയ്യും. ഇതൊരു ഗെയിം പോയിന്റ് ആണ്. അവിടെ കുറച്ച് ടൈം സ്പെൻഡ്. അതിനുശേഷം നമ്മൾ മറൈൻ വേൾഡിലോട്ടാണ് കിടക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഈ സ്കൂബ ഡൈവ് ആണ്. അദ്ദേഹം കാണികളെ എൻജോയിപ്പിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഫോട്ടോ പോയിന്റ് ആണ് കേട്ടോ. കുറേ ആൾക്കാർ ഫോട്ടോസൊക്കെ അവിടെ എടുക്കുന്നുണ്ട്. ഇത് മത്സ്യകന്യകമാരുടെ ഒരു പ്രകടനമാണ്. നമുക്കതൊന്ന് കണ്ടാലോ? അത് കഴിഞ്ഞ് നമ്മൾ കടന്നു ചെല്ലുന്നത് ഫിഷുകളുടെ ഒരു മായ ലോകത്തിലേക്കാണ്. പക്ഷെ ഫിഷിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. സാധാരണ എല്ലാ എക്സിബിഷനും പോകുമ്പോഴും ഫിഷുകളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ലെങ്തി ആക്കണ്ടെന്ന് വെച്ച് എല്ലാ ഫിഷുകളെയൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഈ കാണുന്നത് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയമാണ്. ഇതിൽ കയറുമ്പോൾ നമുക്ക് അറിഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് കേട്ടോ. നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പലതരം ഫിഷുകൾ ഓടിപ്പോകുന്നതും അപ്പോൾ നമുക്ക് ചില സമയത്ത് ഒരു പേടി പോലൊക്കെ തോന്നും. ഒറ്റയ്ക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ പേടിയാവും കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ ഉണ്ടായിട്ട് നമുക്ക് അത്രയ്ക്ക് വലിയ ഫീൽ ആവത്തില്ല. അപ്പോൾ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ എല്ലാ ഫിഷുകളെയൊന്നും ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്തെടുത്തിട്ടില്ല. മാക്സിമം എനിക്ക് പെട്ടെന്ന് ഒന്ന് മൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് ഫിഷുകളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കളർ ഫിഷുകളുടെ ഇടയ്ക്ക് പൂച്ചക്കുട്ടികളാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ അത് നല്ല ഉറക്കത്തിലാണ്. അടുത്തതായിട്ട് നമ്മൾ കടക്കുന്നത് ഷോപ്പിംഗ് പോർഷനിലേക്കാണ്. ഇവിടെ ഒരുപാട് ഷോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പലതരം മെറ്റീരിയൽസ്, നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മെറ്റീരിയലൊക്കെ മേടിക്കാൻ ഇവിടുന്ന് സാധിക്കുമായിരുന്നു. അത്രയ്ക്ക് സാധാരണ എക്സിബിഷനിൽ ഉള്ളതിനെക്കാട്ടി ഒരുപാട് ഷോപ്പിംഗ് മെറ്റീരിയൽസ് ഇവിടെ ഉണ്ടായിരുന്നു.
അതുകൊണ്ട് ഈ കാണുന്നതൊക്കെ പലതരം ചെരുപ്പുകളാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ടൈപ്സ് ചെരുപ്പുണ്ടായിരുന്നു. പിന്നെ ബാഗ്സും ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ക്വാളിറ്റി വൈസ് അത്ര നല്ലതല്ല. പക്ഷേ അതിന് ഭംഗി കാണാൻ നല്ല, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചുമ്മാ ഷോയ്ക്ക് വേണ്ടിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന തരം കുറച്ച് ബാഗ്സുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കി. അടുത്തതായിട്ട് നമ്മൾ കയറിയിരിക്കുന്നത് കുത്തമ്പുള്ളി കൈത്തറി കടയിലേക്കാണ്. അവിടെ ഒരുപാട് സെറ്റ് സാരിയും സെറ്റ് മുണ്ടും കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ ഒന്നിൻ്റെയും വിലയൊന്നും ചോദിച്ചില്ല. പിന്നെ കുറേ 2-3 അവിടെ എടുത്ത് താഴെ വെച്ചിരിക്കുന്നത്, അതിൽ നിന്ന് ചുമ്മാ ഞാനൊന്ന് എടുത്ത് നിവർത്ത് നോക്കിയതാട്ടോ നിങ്ങൾക്ക് വേണ്ടി. നമ്മൾ ഒരുപാട് കളക്ഷൻസ് സെറ്റ് മുണ്ട് മാത്രമല്ല, സാരികളും ഉണ്ട്. പിന്നെ ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ്, പലതരം ബെഡ്ഷീറ്റ്സിൻ്റെ കളക്ഷൻസ് ഒരുപാടുണ്ട്. അതുകൂടാതെ കൈലി, മുണ്ട്, തോർത്ത് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ കൈത്തറിയുടെ. പിന്നെ ഒരുപാട് സ്പൂണുകളുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ വെറൈറ്റി സ്വീറ്റ്സ്, പിന്നെ കാർ സെയിലിൻ്റെത്, ഇതൊക്കെ സാധാരണ എക്സിബിഷനിൽ നമ്മൾ കാണുന്നതാണ്. പിന്നെ ഇതാണ് ഈ പോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന് 350 രൂപയാണ്. പിന്നെ കമ്മലിൻ്റെ കളക്ഷൻ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരുപാട് കമ്മൽ കളക്ഷൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം വിലക്കുറവുണ്ടായിരുന്നു കേട്ടോ. 120 രൂപയ്ക്കൊക്കെ വലിയ വലിയ ജിമുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ജിമുക്ക കളക്ഷൻസ് ആണ്. ഇനി അടുത്തത് ഫുഡ് കോർട്ടാണ്. ഷോപ്പിംഗ് പോർഷൻ ഞാൻ ഒന്ന് ഓട്ടിച്ച് വിട്ടതാണ്, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകുന്നതുകൊണ്ട് ഞാനൊന്ന് ഓട്ടിച്ച് വിട്ടു കേട്ടോ ആ ഷോപ്പിംഗ്. ഇത് കുത്തുപൊറോട്ട ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ. ഈ ഉരുളിയിൽ കിടന്ന് വേവുന്നത് ബീഫിൻ്റെ വാരിയിലാട്ടോ. ഇത് ഒരു പ്ലേറ്റിന് 200 രൂപയാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് കപ്പ ബിരിയാണിയാണ്. ഇത് ഒരു പ്ലേറ്റിന് 170 രൂപ. ഇത് ഞങ്ങൾ ഒരു പാഴ്സലാണ് മേടിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഒരു ഗെയിമായിരുന്നു കേട്ടോ, റിങ് എറിയുന്ന ഒരു ഗെയിം. അപ്പോൾ ഇത് ഞങ്ങൾക്ക് അറിയാവുന്ന ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവൾ നിർബന്ധിച്ച കാരണം ചേട്ടൻ റിങ് എറിയാമെന്ന് ചോദിച്ചു. അങ്ങനെ ചേട്ടൻ റിങ് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 2 ഫ്ലോപ്പായി പോയി കേട്ടോ. പക്ഷെ ഇതിതാ സക്സസ് ആയി. അങ്ങനെ നമ്മുടെ ചേട്ടൻ വിജയശ്രീ ലാളിതനായി എക്സ്പോ കയ്യിലേന്തി. അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ടുള്ള ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുകൂടാതെ നമ്മൾ സർക്കസിലൊക്കെ കാണത്തില്ല മരണക്കിണർ, അതുകൊണ്ട് അതിന് നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. പിന്നെ അതുകൂടാതെ ചെടികളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ കുതിര സവാരി, അതിന് നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. പിന്നെ പായസ സ്റ്റോള്, വിവിധ തരം പായസം ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് കയറി കഴിച്ചില്ല. വെറൈറ്റി ടൈപ്സ് പായസംസ് അവിടെ ഉണ്ട്. പിന്നെ അത് കൂടാതെ പുറത്ത് ഒരു സ്റ്റോളുണ്ട് കേട്ടോ, ഓണം മേള വമ്പിച്ച വിലക്കുറവ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ 150 രൂപയ്ക്ക് നമ്മൾ ഈ ഷോ കാണുന്നതിൽ ഒരു കുഴപ്പമില്ല. നല്ല രീതിയിലാണ് അവർ നമുക്ക് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.